Hello, I am Nisha Sasikumar, Assistant Professor, AMC Group of Education Institution, Mancheri, Ottapalam. So this PPT about the International Financial Reporting System, this is the second part. This is about the recognition, measurement, presentation and disclosure area of the financial elements. So to students, those who are doing your second SEM financial accounting under BCom, subject financial accounting in University of Calicut, your fourth module with regard to international financial reporting system, I have done 4 PPTs and this is the last area. Okay, now this PPT is confined to recognition, measurement, presentation and the disclosure of financial elements. So we will start with the recognition area. Okay, now coming to the recognition of financial elements. What is recognition means? Recognition is a process in which we record an item in the financial statement of a corporate, of a company. Recognition process in 4 സ്റ്റേജസിൽ കൂടെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഐറ്റം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു റെക്കഗ്നൈസ് ദി ഐറ്റം, ഫിനാൻഷ്യൽ എലമെൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഇൻ ദി ഏർലിയർ പി പി ടി വി സോ ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 5 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആണ്: അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ആൻഡ് റവന്യൂ. ഈ 5 ഐറ്റത്തിന് എലമെൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്താലാണ് അതിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൗ യു റെക്കഗ്നൈസ് എ ഫിനാൻഷ്യൽ എലമെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ്. സോ ഫസ്റ്റ് തിങ് ഇസ് ടു റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ. ഫിനാൻഷ്യൽ എലമെൻസിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുന്നതിന് റെക്കഗ്നിഷൻ വന്നു. സോ വിച്ച് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ? നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിരുന്ന ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട് ആണ് ദ മേജർ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, ഫൈനൽ അക്കൗണ്ട്സ്. പക്ഷേ ഇന്ന് IFRS ബേസിൽ പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് എന്നല്ല, അതിന് വേറൊരു റീനെയിം ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണ്. അതേപോലെ P&L അക്കൗണ്ടിനെ റീനെയിം ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്നാണ് അതിനെ പറയാം. അതേപോലെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫൈനൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്ലോഷർ, നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഡിസ്ക്ലോസ് ചെയ്യുക ഐറ്റംസിന്, ഓരോ ഐറ്റത്തിൻ്റെയും എക്സ്പ്ലനേഷൻ ഡിസ്ക്ലോഷർ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്ത് കൊണ്ടുവരണം. സോ ഇവിടെ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഒരു ഐറ്റത്തിനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ദി ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദർ ഷുഡ് ബി എ റിസോഴ്സ് controlled by the entity as a result of a past event in which there will be future economic inflow or outflow to the entity. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ഉണ്ടാവും, ആ റിസോഴ്സിൻ്റെ മുകളിൽ അൾട്ടിമേറ്റ് കൺട്രോൾ കമ്പനിക്ക് വേണം. അതിൽ നിന്നും ഇക്കണോമിക് ബെനിഫിറ്റ് ഫ്ലോ ചെയ്യുക, ഒന്നുകിൽ ഇൻഫ്ലോ ആയിട്ടോ ഔട്ട്ഫ്ലോ ആയിട്ടോ സംഭവിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ആ ഐറ്റം മെഷറബിൾ ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐറ്റംസ് മാത്രമാണ് ഏതിലേക്ക് വരുള്ളൂ, ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ 2 കാര്യങ്ങളാണ്: ദർ ഷുഡ് ബി എ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഐദർ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ആൻഡ് ഇറ്റ് ഷുഡ് ബി മെഷറബിൾ. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അസറ്റോ ലയബിലിറ്റിയോ ആണെങ്കിൽ SOFP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ കൊണ്ടുപോയി നമുക്ക് അതിനെ കാണിക്കാം. അത് ഇൻകമോ റവന്യൂ ആണെങ്കിൽ നമുക്കതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. ഈ പുതിയ IFRS ബേസിൽ P&L അക്കൗണ്ട് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്നുകിൽ ഒറ്റ അക്കൗണ്ടായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ പേര് പറയുക സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം. അതല്ലെങ്കിൽ അത് 2 പാർട്ടായിട്ട് ചെയ്യാം. ഒരു പാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ടും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന അതർ കോംപ്രിഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്.
എന്നും പറയാം. സോ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ദ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ തേർഡ് PPT-യിൽ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, അസറ്റിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, ലയബിലിറ്റി എങ്ങനെയാണ്, ക്രൈറ്റീരിയൻ എന്താ, ഇൻകത്തിൻ്റെ ക്രൈറ്റീരിയൻ എന്താ, എക്സ്പെൻസസിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, സോ അതേ ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു അസറ്റാണെങ്കിൽ നമ്മുടെ ഇക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടണം. ഒരു ലയബിലിറ്റി ആണെങ്കിൽ ഒരു ഔട്ട്ഫ്ലോ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു ഇൻകം ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റി ബേസ് കൂടിയിരിക്കണം. ഒന്നുകിൽ നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ളതിനാണ് ഇൻകം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്യുകയോ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ചെയ്ത ഒരു ട്രാൻസാക്ഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയാണ് ആദ്യം സാറ്റിസ്ഫൈ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്, മെഷർമെൻറ്റ്. This slide is about the measurement. Measurement means just valuation എന്നുള്ളതാണ്. മെഷർമെൻറ്റ് means the value used to describe an item to present or disclose in financial statement എന്നുള്ളതാണ്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ഐറ്റത്തിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കൊണ്ടുപോയി ഇടണമെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവണം. എത്രയായിരിക്കണം അതിൻ്റെ വാല്യൂ? ആ വാല്യൂ കണക്കാക്കി എടുക്കുന്നതിനെയാണ് മെഷർമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദി മോണിറ്ററി എമൗണ്ട്. ഓരോ ഫിനാൻഷ്യൽ എലമെൻറ്റിനെയും മോണിറ്ററി എമൗണ്ടിൽ പ്രസൻറ്റ് ചെയ്യണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. അത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു മെത്തേഡ് ഓഫ് ഉണ്ടാവും. ദർ ഷുഡ് ബി എ പ്രോപ്പർ മെത്തേഡ് ഫോർ മെഷർമെൻറ്റ്. പല ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ സം ഓഫ് ദെം ഹൈലൈറ്റഡ് ആയിട്ടുള്ള 4 ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്, കോസ്റ്റ് മെത്തേഡ്, റിയലൈസബിൾ വാല്യൂ മെത്തേഡ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇങ്ങനെ ഇതിൽ ഏത് കോസ്റ്റ് അപ്രോച്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഓരോ സ്റ്റാൻഡേർഡ്സിലെടുക്കാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂഷ്വലി എടുക്കുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിന് ഡിമെറിറ്റ്സ് ഉണ്ട്. അത് പലപ്പോഴും അത് പ്രകാരം ബേസ് ചെയ്ത് മെഷർമെൻറ്റ് ചെയ്ത് കാണിക്കുന്ന SOFP ബാലൻസ് ഷീറ്റ് പലപ്പോഴും ട്രൂ ആൻഡ് ഫെയർ അല്ല എന്നുള്ളൊരു വാദവും ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ IND-AS കൺവേർജൻസ് ഫോമിലേക്ക് നമ്മൾ വന്നപ്പോൾ പല ഐറ്റംസും നമ്മൾ എടുക്കുമ്പോൾ ഒരു മിക്സഡ് അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ കാണാം, സ്റ്റോക്ക്. നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലല്ല. ഒരു ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇത്. വാല്യൂ ചെയ്യുന്ന ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസ്, അതല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് അല്ല അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഐറ്റത്തിനും ജനറലി കുറേ ഐറ്റം നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എടുക്കുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ വേറെ മെത്തേഡ്സുകളും ഉണ്ട്, നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഈ PPT സ്ലൈഡിൽ നമ്മൾ 4 കോസ്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നു. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്, കോസ്റ്റ് എന്താ, കോസ്റ്റ് മെത്തേഡ് എന്താ, റിയലൈസബിൾ വാല്യൂ മെത്തേഡ് എന്താണെന്നും പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്താണെന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഓരോ കോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. സോ കമ്മിങ് ടു ദിസ് ടൈപ്പ് ഓഫ് കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ ഒരു ഐറ്റത്തിനെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ആർ റെക്കോർഡിങ് ഇറ്റ് അറ്റ് ദി എമൗണ്ട് പെയ്ഡ് ഓർ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അറ്റ് ദി ടൈം ഓഫ് അക്വിസിഷൻ. നമ്മൾ എന്ത് വിലയാണ് അതിന് കൊടുത്തത്, അതല്ലെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ. ഈ ഫെയർ വാല്യൂ എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റാണ്. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാവും. എന്തായാലും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ കൺസിഡർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ദ എമൗണ്ട് പെയ്ഡ്, അതല്ലെങ്കിൽ ഫെയർ വാല്യൂ, ആ അസറ്റിൻ്റെ ആ സമയത്തുള്ള ഫെയർ വാല്യൂ വാങ്ങിക്കുന്ന സമയത്ത് എത്രയാണോ അത് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഒരു ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ ലയബിലിറ്റീസിനെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് പ്രൊസീഡ്സ് റിസീവ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദി ഒബ്ലിഗേഷൻ. നമ്മൾ എത്രയാണ്, ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, എത്ര രൂപയുടെ ലോണാണ് നമുക്ക് കയ്യിൽ വന്നത്. ഒരു ലോൺ എടുത്തപ്പോൾ നമ്മൾ 10 ലക്ഷത്തിൻ്റെ ലോൺ, അപ്പോൾ 10 ലക്ഷം രൂപയാണ് നമുക്ക് വന്നത്. സോ ദ പ്രൊസീഡ്സ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. ആ 10 lakh ആണ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ
മെഷർമെൻറ്റിൽ എടുക്കാം. സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെയാണ് ബേസ്ഡ് ആണ് മെഷർമെൻറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ദ എമൗണ്ട് പെയ്ഡ് എടുക്കും. അതല്ലെങ്കിൽ ഫെയർ വാല്യൂ കൺസിഡറേഷൻ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളതിൻ്റെ ഇടയിൽ കൊടുത്ത കൺസിഡറേഷൻ എത്രയാണോ അതിൻ്റെ ഫെയർ വാല്യൂ കൺസിഡർ ചെയ്യും. ലയബിലിറ്റീസ് ആണെങ്കിൽ എത്ര എമൗണ്ട് ആണോ നമ്മൾ റിസീവ് ചെയ്തത്, ആ ഒബ്ലിഗേഷൻ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതാണ് ഇതിലെടുക്കുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ എടുക്കുന്നത്. സപ്പോസ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേറൊരു കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നതാണ് കറണ്ട് കോസ്റ്റ് മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബേസിസ്? കറണ്ട് കോസ്റ്റ് മെത്തേഡിൽ എന്ത് ബേസിസിലാണ് അസറ്റ് മെഷർ ചെയ്യുന്നത്? അസറ്റ്സ് ആർ മെഷേർഡ് അറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് ദാറ്റ് വുഡ് ബി പെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് അക്വിസിഷൻ. നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്ന പൈസ മാത്രമേ നമ്മൾ അസറ്റിൻ്റെ വാല്യൂവിൽ എടുക്കുള്ളൂ. നമ്മൾ ക്യാഷോ ചെക്കോ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ 10 കോടിയുടെ ഒരു അസറ്റ് ഉണ്ട്, നമ്മൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ അതിന് 2 crore കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 2 crore അസറ്റ് കാണിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ ഒരു 1 crore കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ആ 1 crore ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അസറ്റിൻ്റെ വില 3 crore. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് പെയ്ഡ് എത്രയാണോ മെഷേർഡ് അറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൽ ദാറ്റ് വുഡ് ബി പെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് അക്വിസിഷൻ. വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയുടെ ക്യാഷ് ആണോ കൊടുത്തിട്ടുള്ളത് ആ വാല്യൂവിൽ കാണിക്കുക, അസറ്റിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലയബിലിറ്റീസ് ആകുമ്പോൾ എന്താണ്? ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻറ്റ് ദാറ്റ് വുഡ് ബി റിക്വയർഡ് ടു സെറ്റിൽ ദി ഒബ്ലിഗേഷൻ കറൻ്റ്ലി. ഇപ്പോൾ ആ ലയബിലിറ്റിയെ സെറ്റിൽ ചെയ്യാൻ നമുക്ക് എത്ര രൂപയാണോ വേണ്ടി വരുന്നത് ആ എമൗണ്ടാണ് നമ്മൾ എന്തിൽ കാണിക്കുക, ലയബിലിറ്റി ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ് കറണ്ട് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു മെത്തേഡാണ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ദ അസറ്റ്സ് ആർ ആ കേസിൽ അസറ്റ്സ് ആർ മെഷേർഡ് അറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് ദാറ്റ് വുഡ് ബി ഒബ്റ്റെയിൻഡ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഓഫ് അസറ്റ്. കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഒരു അസറ്റിനെ മെഷർ ചെയ്യുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടി എത്ര ക്യാഷ് കൊടുത്തോ ആ വിലയിൽ നമ്മൾ കാണിക്കുമ്പോൾ, റിയലൈസബിൾ വാല്യൂ മെത്തേഡിലാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു അസറ്റ് ഇന്ന് വിൽക്കുമ്പോൾ എന്നോ വാങ്ങിയ ഒരു അസറ്റ് ഇന്ന് വിൽക്കുമ്പോൾ എന്താണോ അത് ആ അസറ്റ് നമ്മൾ ഇന്നൊരു അസറ്റ് വാങ്ങിക്കുകയാണ്, ആ അസറ്റിനൊരു വിലയിടണം. നമ്മൾ റിയലൈസബിൾ വാല്യൂവിലാണെങ്കിൽ ഇന്ന് ആ അസറ്റ് നമ്മൾ മാർക്കറ്റിൽ വിറ്റാൽ എത്ര രൂപ കിട്ടും ആ വിലയിൽ അസറ്റിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അസറ്റ്സ് ആർ മെഷേർഡ് അറ്റ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻറ്റ് ദാറ്റ് വുഡ് ബി ഒബ്റ്റെയിൻഡ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഓഫ് അസറ്റ്. ലയബിലിറ്റീസ് ആണെങ്കിലോ അറ്റ് ദെയർ സെറ്റിൽമെൻറ്റ് വാല്യൂ. ഒരു ലയബിലിറ്റി ഇന്ന് ഞാൻ സെറ്റിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ടഡ് ഫാക്ടർ ഒന്നും എടുക്കുന്നില്ല. സെറ്റിൽമെൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് ടു സാറ്റിസ്ഫൈ ദി ലയബിലിറ്റി എന്നുള്ളതാണ് എടുക്കുക. അപ്പോൾ അത് റിയലൈസബിൾ മാർക്കറ്റ് വാല്യൂ ബേസ്ഡ് ആണ്. റിയലൈസബിൾ വാല്യൂ ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും, ഇന്ന് അത് റീപേ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ എത്രമാത്രം ലയബിലിറ്റി നമ്മുടെ ക്യാൻസലായി പോകുമായിരുന്നു, ആ ഒരു വാല്യൂവിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, റിയലൈസബിൾ വാല്യൂവിൽ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പ്രസൻറ്റ് വാല്യൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അസറ്റ്സിൽ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന നെറ്റ് ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ പ്രസൻറ്റ് ഡിസ്കൗണ്ടഡ് വാല്യൂയിലേക്ക് കൊണ്ടുവരിക. നമുക്കൊരു മെഷീനറിയിൽ നിന്നും ഒരു മെഷീനറി മാനുഫാക്ചർ ചെയ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമുക്കതിൽ നിന്നും എത്രയാണ് ക്യാഷ് ഇൻഫ്ലോ വരാൻ പോകുന്നത് ഫ്യൂച്ചറിൽ, അടുത്തൊരു 10 yearsൽ നമുക്ക് എത്ര ഇൻഫ്ലോ കിട്ടും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ഫ്യൂച്ചറിൽ. ആ ഇൻഫ്ലോനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവന്നാൽ എന്താണോ കിട്ടുന്നത് ആ വാല്യൂവിൽ നമ്മൾ അസറ്റിനെ കാണിക്കുക. അതേപോലെ തന്നെ ലയബിലിറ്റീസിലും ഫ്യൂച്ചറിൽ നമുക്ക് എത്രമാത്രം നെറ്റ് ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോ, 1 കോടിയുടെ ഒരു ലോൺ നമ്മൾ എടുക്കുമ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന ഒരു 10 വർഷത്തേക്ക് നമുക്ക് വരുന്ന നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്ന് നോക്കുക. അതിനെ പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ട് ഫാക്ടർ ഉപയോഗിച്ച് പ്രസൻറ്റ് വാല്യൂയിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് ആ അസറ്റിന് ലയബിലിറ്റിയുടെ വില കണക്കാക്കുന്ന മെത്തേഡാണ് പ്രസൻറ്റ് വാല്യൂ കോൺസെപ്റ്റ്. കുറേ കോസ്റ്റ് കോൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മളൊരു IFRS ബേസ് ചെയ്ത് പറയുമ്പോൾ 4 കോസ്റ്റ് കോൺസെപ്റ്റ്സ് ആണ് എടുക്കാറ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എടുക്കുന്നുണ്ട് ചില ഐറ്റംസ് കറൻറ്റ് കോസ്റ്റിൽ വാല്യൂ ചെയ്യുന്നുണ്ട്, റിയലൈസബിൾ വാല്യൂ കോൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഫെയർ വാല്യൂ, എമൗണ്ട് പെയ്ഡ് ഓർ ഫെയർ വാല്യൂ എന്താണോ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ആ വിലയിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിക്കൽ. ഇന്ത്യയിൽ കൂടുതൽ ഇൻഡ് AS കൂടുതലും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസ്ഡ് ആണ്.
അതേപോലെ കറൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷും ക്യാഷ് ഈക്വലൻറ്റും വാങ്ങിക്കുന്ന സമയത്ത് എന്ത് കൊടുത്തോ അതിൽ റെക്കോർഡ് ചെയ്യുക. ലയബിലിറ്റീസ് ഒബ്ലിഗേഷൻ കൂടെ ഏറ്റെടുക്കുന്ന സമയത്ത് എന്താണോ നമുക്ക് കൊടുക്കേണ്ടി വന്നത്, എന്താണോ നമുക്ക് കിട്ടിയത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കറൻറ്റ് കോസ്റ്റിൽ എടുക്കുന്നത്. റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ. ഇന്ന് ആ അസറ്റ് വിൽക്കുമ്പോൾ മാർക്കറ്റിൽ നിന്ന് എന്ത് വില കിട്ടും. എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ദാറ്റ് വുഡ് ബി ഒബ്റ്റെയിൻ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ്. ലയബിലിറ്റീസിൻ്റെ കാര്യത്തിൽ അന്ന് അത് സെറ്റിൽ ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ക്യാഷ് ഈക്വലൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ലയബിലിറ്റിയിലുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുക ലയബിലിറ്റിയിൽ, അതാണ് റിയലൈസബിൾ വാല്യൂവിൽ. പ്രസൻറ്റ് വാല്യൂ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ക്യാഷ് അസറ്റിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ ഉപയോഗിച്ച് പ്രസൻറ്റ് വാല്യൂ എടുത്ത് കണക്കാക്കി എടുക്കുന്ന മെത്തേഡാണ് പ്രസൻറ്റ് വാല്യൂ കോൺസെപ്റ്റ്. ലയബിലിറ്റി ആകുമ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസിനെ നമ്മളൊന്ന് ഡിസ്കൗണ്ട് ഫാക്ടർ ഉപയോഗിച്ച് പ്രസൻറ്റ് ഡിസ്കൗണ്ടഡ് വാല്യൂ കാണുക, ആ വാല്യൂവിൽ നമ്മൾ ബുക്സിൽ പ്രസൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ആ വാല്യൂ ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. സോ നൗ വി വിൽ ദ നെക്സ്റ്റ് സ്ലൈഡ് വി വിൽ ടോക്ക് അബൌട്ട് ദ ഫെയർ വാല്യൂ. നമ്മൾ വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു ടേമാണ്. ഫെയർ വാല്യൂവിലാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നമ്മൾ ആ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫെയർ വാല്യൂ ഓഫ് ദി കൺസിഡറേഷൻ. സോ വാട്ട് ഈസ് ദിസ് ഫെയർ വാല്യൂ? അപ്പോൾ ഈ ഫെയർ വാല്യൂവിനെ കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് കടക്കാം. ഫെയർ വാല്യൂ കോൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലും മെത്തേഡിലും നമ്മളെടുത്തു എമൗണ്ട് പെയ്ഡ് ഓർ ദി ഫെയർ വാല്യൂ എന്നെടുത്തു. അപ്പോൾ എന്താ ഈ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഫെയർ വാല്യൂവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെയർ വാല്യൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെ വീണ്ടും ഒരു കാരണം വളരെ വളരെ നല്ലൊരു മെത്തേഡ് ഓഫ് മെഷർമെൻ്റ് ആണ്, വളരെ റെലവൻ്റ് ആണ്, റിലയബിൾ, കമ്പയറബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെക്കാട്ടിലും ഒക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള മെത്തേഡാണ് ഫെയർ വാല്യൂ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കനോട്ട് ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദി വാല്യൂ ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിന് ശരിക്കും അതിൽ കുറേ തെറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫെയർ വാല്യൂ കോൺസെപ്റ്റിലാണ് IFRS ആൻഡ് IND AS ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഫെയർ വാല്യൂ മീൻസ് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. പക്ഷെ അതിനെ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ, എന്താ ഈ കറൻറ്റ് മാർക്കറ്റ് വാല്യൂവിൽ എന്താ കൺസിഡർ ചെയ്യുന്നത്? സോ ആക്ച്വലി ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ഫെയർ വാല്യൂവിൽ കൺസിഡർ ചെയ്തു അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഫോർ വിച്ച് അൻ അസറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ നോളജബിൾ വില്ലിംഗ് പാർട്ടീസ് ഇൻ ആൻ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ഒരു അസറ്റിനെ നമ്മൾ വാങ്ങിക്കുകയാണ്, ഒരു സെയിൽ ആൻഡ് പർച്ചേസ് നടക്കുകയാണ്. ഈ സെയിൽ ആൻഡ് പർച്ചേസ് നടക്കുമ്പോൾ ഇവർ നോളജബിൾ പാർട്ടീസ് തമ്മിൽ നോളജബിൾ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും ആ അസറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, അതിൻ്റെ കോസ്റ്റ് പ്രൈസിനെ കുറിച്ച് ധാരണയുണ്ട്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ മാർക്കറ്റിൽ അതിന് ഇന്നത്തെ വില എന്താണ്, ഒരു മാർക്കറ്റ് വാല്യൂ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള രണ്ട് പാർട്ടീസിൻ്റെയും ഇടയിൽ നടന്ന ഒരു അസറ്റ്, ഒരു എക്സ്ചേഞ്ച്, അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി എക്സ്ചേഞ്ച്. ഇത് രണ്ട് പേരും ആവശ്യക്കാരായിരിക്കണം. വിൽക്കുന്ന ആൾക്കും ആവശ്യം ഉണ്ടായിരിക്കണം, വാങ്ങിക്കുന്ന ആൾക്കും വില്ലിംഗ് പാർട്ടീസാണ്. ഇൻ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ആംസ് ലെങ്ത് പ്രൈസ് എന്നൊക്കെ നമ്മൾ പറയും. ആംസ് ലെങ്ത് വാട്ട് ഈസ് ദിസ് ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ? ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ്. റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ related parties, subsidiary company, parent company and subsidiary company, they are related parties. അപ്പോൾ ഒരു പാരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഫെയർ വാല്യൂ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംസ് ലെങ്ത് ട്രാൻസാക്ഷനിലാണ് ആ കാര്യങ്ങൾ പോയിട്ട് എന്നുണ്ടെങ്കിൽ ദോ ദേ ആർ റിലേറ്റഡ്, ബോത്ത് ഓഫ് ദെം കോൺട്രാക്ട്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് ആയിരിക്കാം നടന്നത്. അവിടെ അവർ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ പോലും പ്രൈസിൻ്റെ കാര്യം വന്നപ്പോൾ അവരെന്തായിരുന്നു, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഈ റിലേഷനൊന്നും അവരുടെ പ്രൈസിങ്ങിനെ ബാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇടുന്ന പ്രൈസിങ് റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വാല്യൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കൺസിഡറേഷനും തമ്മിൽ കൊടുക്കാതെ എടുക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെയർ വാല്യൂ എന്നാണ്. അപ്പോൾ ഫെയർ വാല്യൂവിൽ അസറ്റ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം. ആ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത് നോളജ്
എലിജിബിൾ പാർട്ടീസ് തമ്മിലായിരിക്കണം, ആൻഡ് ദ പാർട്ടീസ് വില്ലിങ് ആയിട്ടുള്ള പാർട്ടീസ് ആയിരിക്കണം. പിന്നെ അവർ വിലയിടുന്ന സമയത്ത് ആംസ് ലെങ്ത് ട്രാൻസാക്ഷനിൽ കാര്യങ്ങൾ നടത്തിയിരിക്കണം. റിലേറ്റഡ് ആണെങ്കിൽ പോലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൈസിങ് ടെക്നീക്ക് ഉപയോഗിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് മെഷർ സോ ദാറ്റ് ഇപ്പോഴത്തെ മോസ്റ്റ് ഓഫ് ദി അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദി ഏത് കോൺസെപ്റ്റിൽ തന്നെയാണ്, ഫെയർ വാല്യൂ കോൺസെപ്റ്റിലാണ് മെഷർമെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. Slide we will see about the principles of presentation. നേരത്തെ ഫസ്റ്റിലേക്ക് ഞാൻ പോവാണ്. വീണ്ടും 4 ടേംസ്. റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ഇസ് മെഷർ ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. ആൻഡ് ദി അതർ വൺ ഇസ് പ്രസൻറ്റഡ്, അതിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് പ്രസൻറ്റ് ചെയ്യുക. 4 ഫിനാൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബാലൻസ് ഷീറ്റ് P&L അക്കൗണ്ടാണ്, അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ടിലും ഇതിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക. സോ വാട്ട് ആർ ദി principles to be observed while presenting a financial element in a financial statement? So presentation while in putting the present information in the statements, അതിനെയാണ് നമ്മൾ presentation എന്ന് പറയുന്നത്. സോ അതിൽ ബേസിക് ആയിട്ടുള്ള കൺസിഡർ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കംപ്ലയൻസ് വിത്ത് IFRS, ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് കംപ്ലയൻസ് വിത്ത് IFRS. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മസ്റ്റ് ബി ഫെയർലി ദ ഷോസ്, അതായത് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത്, ഫിനാൻഷ്യൽ പെർഫോമൻസ്, ക്യാഷ് ഫ്ലോ ഓഫ് ആൻ എൻറ്റിറ്റി, ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ വളരെ ഫെയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. ആൻഡ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കണം ഓരോ ട്രാൻസാക്ഷനെ കുറിച്ചും. അത് IFRSൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം. അതിൻ്റെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയും അതേപോലെ അതിൻ്റെ മെഷർമെൻറ്റ് ക്രൈറ്റീരിയയും ഫോളോ ചെയ്തിട്ട് ഫെയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഇതാണ് ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതായത് presentation and classification of item in the financial statement shall be retained from one period to the next unless a change is justified either by change in circumstances എന്നുള്ളതാണ്. അതായത് ഒരു മാറ്റം വരുത്താൻ പാടില്ല. ഒരു രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നു, നെക്സ്റ്റ് ഇയർ ആയപ്പോൾ വേറെ രീതിയിലേക്ക് മാറാൻ പോവാം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ സ്ട്രെയിറ്റ് ലൈൻ ഫോളോ ചെയ്തു വരുന്നു, പെട്ടെന്ന് പോയിട്ട് മറ്റ് മെത്തേഡിലേക്ക് മാറുകയാണെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് റീസൺ ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച്? ആ റീസൺ ഫോർ ദി ചേഞ്ച് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ പാടില്ല. സോ കൺസിസ്റ്റൻസി ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ദ മെറ്റീരിയാലിറ്റി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ മെറ്റീരിയലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ചിലപ്പോൾ വളരെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളതാവും, അതൊക്കെ കൂടി വേണമെങ്കിൽ ക്ലബ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഹൗ ഇൻഫർമേഷൻ ഷുഡ് ബി അത് അഗ്രഗേറ്റ് ചെയ്ത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ചിലപ്പോൾ അഗ്രഗേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാം. അപ്പം അത് ഏതൊക്കെ അഗ്രഗേറ്റ് ചെയ്യാം. സോ മെറ്റീരിയാലിറ്റി കൺസിഡറേഷൻസ് അപ്ലൈ ടു ഓൾ ദി പാർട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈവൻ വെൻ എ സ്റ്റാൻഡേർഡ് റിക്വയർസ് എ സ്പെസിഫിക് ഡിസ്ക്ലോഷർ, മെറ്റീരിയാലിറ്റി കൺസിഡറേഷൻസ് ഡു അപ്ലൈ. ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഡിസ്ക്ലോഷറൊക്കെ മതി എന്ന് പറയും, പക്ഷേ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഓരോ കമ്പനിയും ഏതാണ് മെറ്റീരിയൽ ഐറ്റം, ഏതാണ് ഇമ്മെറ്റീരിയൽ ആയിട്ട് അഗ്രഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇതുണ്ടായിരിക്കണം, എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓഫ്സെറ്റ് ചെയ്യുക, ഒരു ഇൻകത്തിൽ നിന്ന് അതിൻ്റെ എക്സ്പെൻസ് മൈനസ് ചെയ്യുക. അസറ്റ് ആൻഡ് ലയബിലിറ്റീസും ഇൻകംസ് ആൻഡ് എക്സ്പെൻസസും തമ്മിൽ മൈനസ് ചെയ്ത് കാണിക്കുക. അതൊക്കെ വളരെ IFRS പെർമിറ്റ് ചെയ്യുന്ന ഏരിയാസിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് ഇറ്റ് കനോട്ട് ബി പെർമിറ്റഡ്. ആൻഡ് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറയും. അപ്പോൾ ഇൻകം സൈഡിൽ കാണിക്കുക, എക്സ്പെൻസ് സൈഡിൽ കാണിക്കാൻ ഓഫ്സെറ്റ് ചെയ്യാൻ. പക്ഷേ ഓഫ്സെറ്റ് ചെയ്യാം, IFRS പറയുന്ന ചില ഏരിയാസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓഫ്സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. And it's a comparative information should be prescribed and disclosed in respect of the previous period. നമുക്ക് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഈ വർഷത്തെ മാത്രമല്ല കാണാം, 2 കോളം എമൗണ്ട് കോളം കാണാം, കറണ്ട് ഇയറിൻ്റെയും കാണാം, പ്രീവിയസ് ഇയറിൻ്റെയും കാണാം. കാരണം എപ്പോഴും പറയുന്നുണ്ട് കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. And it should, the structure of statement of financial position, ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് കറണ്ട് അസറ്റ്സും അതേപോലെ നോൺ കറണ്ട് അസറ്റ്സിനായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ലയബിലിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞു ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതേപോലെ കറണ്ട് ലയബിലിറ്റീസ്, ഇങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ ആയിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ഒക്കെ
പ്രസൻറ്റ് ചെയ്യേണ്ടത്. സോ പ്രസൻറ്റേഷൻ മീൻസ് presenting the financial elements which has been recognized and measured in the financial statement. Fair presentation ആയിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് വയ്ക്കണം, ഓഫ്സെറ്റ് ചെയ്യാൻ പാടില്ല, കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടാവണം പ്രീവിയസ് ഇയറിൻ്റെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി സ്ട്രക്ചേർഡ്. ഇറ്റ്സ് എ വെരി ഈസി തിങ് പ്രസൻറ്റേഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്. നൗ വി വിൽ ഗോ ടു ദി അതർ സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സുകളിനെ ഒന്ന് ഇട്ടുവെന്നേ ഉള്ളൂ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോൾ എവിടെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ദർ ആർ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻഡ് AS ആൻഡ് IFRS ബേസ് IAS 1 ഒക്കെ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റാണ് അത്. P&L അക്കൗണ്ടിൻ്റെ വേറൊരു പേരാണ് SOCI എന്ന് പറയും. ഒറ്റയായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം എന്നാണ് പറയുക. മിക്ക കമ്പനീസും ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരപ്പോൾ ഇത് 2 പാർട്ടായിട്ട് കാണിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ഒരു പാർട്ടും അതർ പാർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയാണ്. നമ്മൾ അസറ്റ്സ് ഒക്കെ റീവാല്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ റീവാല്യൂഷൻ സർപ്ലസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ ഓരോ മെറ്റീരിയൽ ഐറ്റത്തിൻ്റെയും നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദീസ് ആർ. അപ്പം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ചെയ്യുന്നതാണ് റെക്കഗ്നിഷൻ. അതിന് വാല്യൂ ഇടുക എന്നുള്ളതാണ് മെഷർമെൻറ്റ്. അതിനെ പ്രസൻറ്റ് ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു അത്. റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ് ആൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്, ഡിസ്ക്ലോഷർ ിലേക്ക് നമ്മൾ പോവാണ്. ഈ IFRS ഫ്രെയിം വർക്കിൻ്റെ അതിൽ നമുക്ക് എപ്പോഴും നമ്മളൊരു വേർഡ് കേൾക്കാം, IFRS കൺവേർജൻസ്, ഇൻഡ് AS എന്നൊക്കെ. ഞാനിപ്പോൾ ഇന്നത്തെ സ്ലൈഡിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇൻഡ് AS എന്നുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ദിസ് എന്നുള്ളതാണ്. നമ്മൾ AS കണ്ടു, IAS കണ്ടു, IFRS കണ്ടു. ഇൻഡ് AS എവിടേക്കോ പറഞ്ഞു എന്നല്ലാതെ ഒന്നും കൂടി ഞാൻ പറയാം. IFRS ഒരു കൺട്രിയിൽ IFRS 2 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വ്യത്യാസവും വരുത്താതെ അതേപോലെ തന്നെ നമ്മുടെ കൺട്രിയിലും നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, വി വിൽ സേ ദാറ്റ് IFRS അഡോപ്ഷൻ എന്നാണ് അതിനെ പറയാം. അതായത് ഒരു ചേഞ്ചസും വരുത്താതെ സെയിം ആയിട്ട് നമ്മളതിനെ അതേ സ്ട്രക്ചറിൽ നമ്മുടെ കൺട്രിയിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് IFRS അഡോപ്ഷൻ. ഇനി അത് വേണ്ട, നമ്മുടെ കൺട്രിയുടെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് IFRSനെ അപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് നോൺ ആസ് IFRS കൺവെർജൻസ് എന്നാണ് പറയുക അതിനെ. അപ്പോൾ ചില സ്റ്റാൻഡേർഡ്സിലൊക്കെ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടാവും. IFRSൽ അതിൻ്റെ കോൺസെപ്റ്റ് അവിടെ എടുക്കുന്നുണ്ടാവില്ല. അതൊക്കെ ഓരോ കൺട്രി ടു കൺട്രി ചിലപ്പോൾ ലീഗൽ ഇതൊക്കെ ഉണ്ടാവാം, വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൺട്രി സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ IFRS കൺവേർജൻസ്. അപ്പോൾ നമുക്ക് ഉടനെ സംശയം, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യ ഹാസ് ചോസൻ IFRS കൺവേർജൻസ് എന്നാണ്. അതുകൊണ്ടാണ് ആ IFRSും അതേപോലെ തന്നെ IASും AS അവിടെ ഉണ്ട് സ്മോൾ ഫേംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്സും വെച്ചിട്ട് ഒന്ന് കൺവേർജ് ചെയ്തെടുത്തിട്ടുള്ള ഫോമാറ്റ് സ്റ്റാൻഡേർഡിനെയാണ് ഇൻഡ് AS എന്നാണ് അതിനെ പറയുക. അതായത് ഒരു India has chosen IFRS convergence and IND AS is the Indianized version of IFRS നമ്മൾ പറയും. IFRSൽ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്ന വേർഷൻ IFRS കൺവേർജൻസ് ആണ്. അതിൽ കൂടെ വന്നിട്ടുള്ള സ്റ്റാൻഡേർഡിനെ പേര് ഇൻഡ് AS എന്നാണ്. ഇൻഡ് AS 1, ഇൻഡ് AS അങ്ങനെ ഇൻഡ് AS 2 എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് നമ്മൾ അതിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ഈ ഇൻഡ് AS ഈ കൺവേർജൻസ് ഫോമാറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അജണ്ട ഉണ്ടാവണം, ഡ്രാഫ്റ്റ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് അതിൽ ഫോളോ ചെയ്ത് കമ്മിറ്റി ഫോം ചെയ്തിട്ട് എക്സ്റ്റേണൽ പാർട്ടീസിന് സംസാരിക്കാനുള്ള അവസരം കൊടുത്ത് പേപ്പർ പ്രസൻറ്റ് ചെയ്ത് അങ്ങനെ അതേ ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണു, ജസ്റ്റ് ഒരു ഇതുപോലെ. So we will go to the IFRS conversion. Now coming to the disclosure principle. While disclosing a financial information, financial statement, certain principles have to be
ഒബ്സർവ്ഡ്. നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാണല്ലോ, പ്രസൻറ്റ് ചെയ്തു, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തു, പുറത്തേക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യും. ഈ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് certain principles has to be followed. അതിൽ വാട്ട് ആർ ദ മേജർ പ്രിൻസിപ്പിൾസ്? ഒന്ന് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കൺവെൻഷൻ ഓൺലി മെറ്റീരിയൽ ഐറ്റംസ് ഓർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ദ ബിസിനസ് ആർ ടു ബി ഡിസ്ക്ലോസ് ത്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാ ചെറിയ കാര്യങ്ങളും, വളരെ ഇമ്മെറ്റീരിയൽ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യണം എന്നില്ല. സോ അത് പക്ഷെ വളരെ നോക്കണം. ഈ കമ്പനിക്ക് മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നത് മറ്റേ കമ്പനിക്ക് ചിലപ്പോൾ ഇമ്മെറ്റീരിയൽ ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഓൺലി അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഫ്രം വൺ റുപ്പി എക്സ്പെൻസ് ടു മില്യൺസ് ഓഫ് എക്സ്പെൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓവർ ബർഡൻ. സോ ഓൾ അതർ അൺഇമ്പോർട്ടൻറ്റ് ഓർ ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ക്യാൻ ബി ടോട്ടലി ഇഗ്നോർഡ്, അല്ലെങ്കിൽ അതൊരു ഫുട് നോട്ടൊക്കെ ആക്കി കാണിക്കാൻ പറ്റും. അതാണ് ഈ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്നുള്ളത്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഡസ് നോട്ട് അപ്ലൈ വൈൽ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. എവറി ക്യാഷ് ട്രാൻസാക്ഷൻസ് ഹാസ് ടു ബി റെക്കോർഡഡ് റിഗാർഡ്ലെസ് ഓഫ് ദ മെറ്റീരിയാലിറ്റി ഓഫ് ദി എമൗണ്ട് ഇൻവോൾവ്ഡ് എന്നുള്ളതാണ്. ചിലപ്പോൾ കോൺട്രാക്റ്റ് എഴുതുന്ന സമയത്ത് വന്നിട്ടുള്ള ചെറിയ ചാർജസ് ഒക്കെ, പക്ഷേ ക്യാഷ് പേയ്മെൻറ്റ്സിലൊന്നും ഇത് അപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യരുത്. എന്ത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും അത് റെക്കോർഡ് ചെയ്യണം. ചെറുതൊക്കെ ആണെങ്കിൽ എഗ്രിഗേറ്റ് ചെയ്ത് സൺഡ്രി എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാവുന്നതാണ്. ആൻഡ് സമ്മറി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. നമ്മൾ ഏത് അക്കൗണ്ടിങ് പോളിസിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്, ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് കീ അസംഷൻസ് എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അക്കൗണ്ടിങ് പോളിസീസിൽ നമ്മൾ കാണിക്കണം. ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് എന്നുള്ളതിൽ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് ഓതറൈസ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ഫുള്ളി പെയ്ഡ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഈ വക ഡീറ്റെയിൽസ് എല്ലാം നമ്മളതിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യണം. എത്ര പെർസെൻറ്റേജ് ഡിവിഡൻ്റാണ് കൊടുത്തിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത്, ഇപ്രാവശ്യം എത്ര പെർസെൻറ്റേജ് ആണ് പ്രപ്പോസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ആൻഡ് ക്യാപിറ്റൽ ഡിസ്ക്ലോഷർ. ആൻ എൻറ്റിറ്റി ഡിസ്ക്ലോസസ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ആൻഡ് പ്രോസസ് ഓഫ് മാനേജിങ് ക്യാപിറ്റൽ. ഡിസ്ക്ലോഷർ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാം, താഴെ ഫുഡ് ഒക്കെ ആയിട്ട് കൊടുക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് എക്സ്റ്റേണൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും അതർ ഇൻഫർമേഷൻസ് ഫുഡ് നോട്ടായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ലീഗൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ എന്തെങ്കിലും കണ്ടു, അതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ലീസിനെടുത്ത ഐറ്റംസ് ഒക്കെ എടുത്തപ്പോൾ ഒക്കെ ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് ഫുഡ് നോട്ടായിട്ട് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദി 4 തിങ്സ്. ഏതൊക്കെയാണ്? റെക്കഗ്നിഷൻ, measurement, presentation and disclosure. Okay, now moving to the next slide. The steps involved in IFRS convergence എന്നുള്ളതിൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോളോ ചെയ്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി ഏരിയ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഓരോ ഏരിയയിലും ഏതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് കൺവേർജൻസ് വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് വി കോൺസ്റ്റിറ്റ്യൂട്ടഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നു. ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു സ്റ്റഡി. ദ മോട്ടീവ് ബിഹൈൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിസ് ഗ്രൂപ്പ് ടു അസസ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആൻഡ് വേരിയസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് പബ്ലിക് അണ്ടർടേക്കിങ്സും ഇൻഡസ്ട്രി എക്സ്പേർട്സും ഗവൺമെൻറ്റും പബ്ലിക് സെക്ടേഴ്സും അവരൊക്കെ ആയിട്ട് ഒരു ഡയലോഗ്സ് വിത്ത് വേരിയസ് റെപ്രസെൻറ്റേറ്റീവ്സ് നടത്തുന്നു. ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ഡ്രാഫ്റ്റ് സർക്കുലേഷനിലേക്ക് അയക്കുന്നു. ദ ഇഷ്യൂ ഓഫ് ദി ICAI public the exposure draft is issued for comments by the members of the ICAI and the public at large. and അവരുടെയൊക്കെ വ്യൂസ് ഒക്കെ കണക്കിലെടുത്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാണ് സ്റ്റാൻഡേർഡ്. IND-AS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. thereafter the draft of the proposed standard is finalized by accounting standard board അത് and submit ചെയ്യുന്നു to the council of ICAIക്ക്. അത് the last one modifications വരുന്നു. council of ICAI ഫൈനൽ ഡ്രാഫ്റ്റ് വായിച്ചിട്ട് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്തിട്ട് ASB ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് മോഡിഫിക്കേഷൻസ് വരിക. അത് കഴിഞ്ഞാൽ അവർ ഇഷ്യൂ ചെയ്യും. ലാസ്റ്റ് ഇഷ്യൂവൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതോറിറ്റി. ഫൈനലി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഗെറ്റ്സ് ഇഷ്യൂഡ് അണ്ടർ ദി അതോറിറ്റി ഓഫ് ദി കൗൺസിൽ എന്നുള്ളതാണ്. സോ സെയിം പ്രൊസീജിയേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് എവിടെ വേണം നോക്കുക, സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഡയലോഗ്സ് വെക്കുക, റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും, എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, സർക്കുലേറ്റ് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക, മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ വരുത്തുക, അത് കഴിഞ്ഞ് അത് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ആൻഡ് നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്.
ഇന്ത്യയിലുള്ള അഡോപ്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ കമ്പനീസാണ് ഇന്ത്യ എസ് ഫോളോ ചെയ്യേണ്ടത്? ഓൾ ലിസ്റ്റഡ് കമ്പനീസ്, ഇന്ത്യയിലോ എബ്രോഡ് ഔട്ട്സൈഡ് ഇന്ത്യയിലോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും ഇൻഡ് എ എസ് ഫോർമാറ്റിൽ തന്നെയാണ് അവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അൺലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ ഏത് കമ്പനിയുടെയാണോ നെറ്റ്വർത്ത് ₹250 crore ഓർ മോർ വരുന്നത്, ദേ ഹാവ് ടു പ്രിപ്പയർ ദെയർ സ്റ്റാൻഡേർഡ്സ് ഇൻഡ് എ എസിനെ ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഇനി പാരൻറ്റ് കമ്പനീസ് ആൻഡ് സബ്സിഡിയറി കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസിൻ്റെ പാരൻറ്റ് കമ്പനിയോ സബ്സിഡറി അവരൊക്കെ ഇൻഡ് എ എസ് തന്നെ ഫോളോ ചെയ്യണം. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് NBFCs ഹാവിങ് നെറ്റ്വർത്ത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ചിങ് ആണ്. അപ്പോൾ ചെറിയ MSMEs ആൻഡ് SMEs അവർക്ക് മാത്രം കുറച്ചൊരു മാറ്റം കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരുവിധം എല്ലാ കമ്പനീസിലും ബോത്ത് പബ്ലിക് കമ്പനീസ് ആൻഡ് ലിസ്റ്റഡ് കമ്പനീസ് എല്ലാം അങ്ങനെയാണ്. ആൻഡ് അൺലിസ്റ്റഡ് കമ്പനീസ് അവരുടെ നെറ്റ്വർത്ത് 250 crore മുകളിൽ പോയാലും അവരും തന്നെ ഫോളോ ചെയ്യണം ഇൻഡ് എ എസ് തന്നെ. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇന്നത്തെ ട്രെൻഡാണ്. നമുക്ക് ഇൻഡ് എ എസിലെ ഇനി പോകുള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി, ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ ആ ട്രാൻസാക്ഷനിലെ എലമെൻറ്റ്സ്, ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ ഫിനാൻഷ്യൽ എലമെൻറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്യണം, അത് കഴിഞ്ഞാൽ അതിനെ മെഷർ ചെയ്യണം, അത് കഴിഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യണം, അതെന്താ ചെയ്തതെന്നുള്ളത് അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം ആൻഡ് expenses. Thank you for hearing. IFRSൻ്റെ ഈ ഒരു ബേസ് 4 PPTs ആയിട്ടാണ് ചെയ്തത്. 4നെയും പതുക്കെ സാവധാനം കമ്പൈൽ ചെയ്ത് പ്രസൻറ്റേഷൻ, പ്രത്യേകിച്ച് PPTs വായിക്കുമ്പോൾ ഒറ്റ ഒരു സ്ട്രെച്ചിലിരുന്ന് കേൾക്കാതെ നോട്ട്ബുക്കും പെന്നും വെച്ച് ഇരുന്ന് കേട്ട് ഓരോ സ്ലൈഡും എഴുതിയെടുത്ത് അത് പതുക്കെ ഒരു ക്ലാസ് ഫോർമാറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതേപോലെ അത് ബ്രേക്ക് ചെയ്ത് വായിച്ച് നന്നായി മനസ്സിലാക്കാം. It will help you to have a good knowledge about accounting practices and principles. Thank you for being with me.